ത്രിയേക ദൈവത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വലിയ നന്ദിയുടെ എല്ലാവിധ പ്രാർത്ഥനാ അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവർക്കും നേർന്നു. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും മഹത്വത്തോടെയുള്ള ഉദ്ധാനവും അനുസ്മരിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. കൃഷ്ണനോടൊപ്പം കുരിശും വഹിച്ചുകൊണ്ടുള്ള ഈ യാത്രയിൽ പ്രാർത്ഥനയും മധ്യസ്ഥതയും കുറിച്ച് നമുക്ക് ശ്രമിക്കാം. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലം ആരംഭിക്കുന്നതിന് മുമ്പ് മരുഭൂമിയിൽ 40 രാവും പകലും പ്രാർത്ഥനയിലായിരുന്നത് അവിടത്തേക്ക് ശക്തി ലഭിക്കുന്നതിനും തൻ്റെ പിതാവിൻ്റെ തിരുഷ്ടം അറിയുന്നതിനും അതനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തുന്നതിനും വേണ്ടിയായിരുന്നു. ഈശോ നമുക്ക് കാണിച്ചു തന്ന ഈ മാതൃക നമ്മുടെ അനുദിന ജീവിതത്തിലും നമുക്ക് സ്വീകരിക്കാം. ദൈവ തിരുമനസ്സ് തിരിച്ചറിയാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും പ്രാർത്ഥനയിലൂടെ നമുക്ക് കഴിയണം. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പല ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈശോയെ ലൂക്കാസ് സുവിശേഷകൻ 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പീഡാനുഭവത്തിന് മുമ്പ് ഗത്സമനയിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് ഏറെ നേരം പ്രാർത്ഥനയിലായിരിക്കുന്ന ഈശോയെ നാം വചനത്തിലൂടെ കണ്ടുമുട്ടുന്നു. പിതാവിൻ്റെ തിരുവിഷ്ടം അറിയുക എന്നത് ആവശ്യമാണ്. മാനസിക നിലയിൽ താരതമ്യത്തിൽ രക്തം വീർത്തുകൊണ്ട് അവിടുന്ന് പ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ പിതാവ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെയാകട്ടെ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സഹനത്തിൻ്റെ നിമിഷങ്ങളിലും ഈശോയെ പോലെ പ്രാർത്ഥിക്കാൻ നാം പരിശീലിക്കണം. സഹനങ്ങളിലും പ്രയാസങ്ങളിലും പ്രാർത്ഥനയിൽ അഭയം പ്രാപിച്ചതുപോലെ നമുക്ക് വിശുദ്ധ പുരുഷൻ്റെ അനുഗ്രഹത്താൽ പ്രാർത്ഥനയിലായിരിക്കാൻ പരിശ്രമിക്കാം. തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും വേണ്ടി ഈശോ പ്രാർത്ഥിച്ചെന്ന് ഈശോ പത്രോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. പിതാവിൻ്റെയും മനുഷ്യമക്കളുടെയും ഇടയ്ക്ക് മാധ്യസ്ഥം വഹിക്കുക എന്നത് തന്റെ ദൗത്യമായിരുന്നുവെന്ന് ഈശോ വെളിപ്പെടുത്തി. താനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ശിഷ്യനും വിശ്വാസികളും വിശ്വതൃത്വത്തിൽ ഒന്നായിരിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ മാധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചത്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും മനുഷ്യമക്കളുടെ മനസ്സിൽ നിലയിടിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണം. മനുഷ്യരാശിക്ക് മുഴുവനും വേണ്ടി ഈശോ ഭൂമിയിൽ ആരംഭിച്ച മധ്യസ്ഥ പ്രാർത്ഥന ഇന്നും സ്വർഗത്തിൽ തുടരുന്നു. മരിച്ചവർ നിർത്തെഴുന്നേറ്റ ഈശോ ദൈവത്തിന് വലുതാതിരുന്നുകൊണ്ട് ഇന്നും നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്നതായി വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ തെരേസിൻ്റെ വാക്കുകളിൽ പ്രാർത്ഥന എന്നത് ഹൃദയത്തിൻ്റെ ഒരു പ്രവാഹമാണ്. അത് സ്വർഗത്തിലേക്ക് തിരിയുന്ന ലളിതമായ ഒരു നോട്ടമാണ്. ജീവനുള്ള സത്യദൈവവുമായുള്ള സുപ്രധാനവും വ്യക്തിപരമായ ഒരു ബന്ധം, ആ ബന്ധം പ്രാർത്ഥനയാണ്. നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ പ്രാർത്ഥന അതിൻ്റെ പൂർണ്ണതയിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.